പടിഞ്ഞാറൻ ഘട്ടങ്ങളുടെ പച്ചപ്പുള്ള മലഞ്ചെരിവുകളിൽ ശാന്തമായി നിലകൊള്ളുന്നൊരു വിശുദ്ധ ഗ്രാമമുണ്ട്, ധർമ്മസ്ഥല. ഇവിടെ നേത്രാവതി നദി പോലെ വിശ്വാസമൊഴുകിയെത്തുന്നു. ദൂരദൂരങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ഭഗവാൻ മഞ്ജുനാഥന്റെ അനുഗ്രഹം തേടി ഇവിടെയെത്തും. ആ തീർത്ഥാടകരിൽ ഒരാളായിരുന്നു അനന്യ, ബംഗളൂരുവിൽ നിന്നെത്തിയ ഒരു യുവ പത്രപ്രവർത്തക. ബാല്യകാലത്ത് അവളുടെ അമ്മൂമ്മ പറഞ്ഞ കഥകളിൽ ധർമ്മസ്ഥലത്തിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ, ദാനധർമ്മങ്ങൾ, അന്നദാനത്തിന്റെ മഹിമ. പക്ഷേ കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ ചുറ്റും അടക്കംപറച്ചിലുകൾ കേൾക്കാൻ തുടങ്ങി. കാണാതാകലുകൾ, മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ. അനന്യ ഒരു യാത്രാലേഖനം എഴുതാനെന്ന പേരിൽ ധർമ്മസ്ഥല എത്തിയെങ്കിലും അവളുടെ ഉള്ളിലെ ജിജ്ഞാസ കാട്ടുതീ പോലെ കത്തുകയായിരുന്നു. ആദ്യ രാത്രി ക്ഷേത്രത്തിലെ മണി മുഴങ്ങുമ്പോൾ ചന്ദനത്തിന്റെ സുഗന്ധം വായുവിൽ നിറഞ്ഞു. അന്നദാന ഹാളിൽ ആയിരങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച അവളെ വിസ്മയിപ്പിച്ചു. പക്ഷേ ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ വെളുത്ത മുണ്ടെടുത്ത ഒരു വയോധികൻ അവളെ തടഞ്ഞു. "നിനക്ക് സത്യം വേണമെന്നല്ലേ?" അയാൾ വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അവൾ മറുപടി പറയുന്നതിനു മുമ്പ് അയാൾ ഒരു ചെറിയ പിച്ചള താക്കോൽ അവളുടെ കൈയിൽ നൽകി. അർദ്ധരാത്രി. പഴയ ഭോജനശാലയുടെ പിന്നിൽ. വൈകരുത്. അർദ്ധരാത്രിയിൽ അനന്യ ഭോജനശാലയുടെ പിന്നിലെത്തി. വയോധികൻ ഒരു വിളക്കുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. അയാൾ അവളെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ, നിശബ്ദമായ ആൽമരങ്ങൾക്കു നടുവിലൂടെ, പൂട്ടിയിട്ടൊരു ചെറിയ ഷെഡിലേക്ക് കൊണ്ടുപോയി. താക്കോൽ പൂട്ടിൽ കൃത്യമായി ഒതുങ്ങി. അകത്ത് പൊടിപിടിച്ച പഴയ അക്കൗണ്ട് പുസ്തകങ്ങളുടെ കൂമ്പാരം, തീർത്ഥാടകരുടെ പട്ടികകൾ, സംഭാവനാരേഖകൾ, കൂടാതെ ചില പേരുകൾക്കരികിൽ ചുവന്ന മഷിയിൽ എഴുതിയ ഒരേയൊരു വാക്ക് കാണാതായി. വർഷങ്ങൾക്കു മുമ്പ് വയോധികൻ മുറുമുറുത്തു. ആളുകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ചിലർ പോയതാണെന്ന് പറയുന്നു, ചിലരെ പിന്നീട് ഒരിക്കലും കണ്ടില്ല. ആരും ചോദിച്ചില്ല. അനന്യയ്ക്ക് കൂടുതൽ അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ധർമ്മസ്ഥലം ഒരു പട്ടണം മാത്രമല്ല, അത് വിശ്വാസത്തിന്റെയും ശക്തിയുടെയും നിശബ്ദതയുടെയും ഒരു വലയമായിരുന്നു. എവിടെയായാലും അവളെ ആരോ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഹോട്ടൽ കെയർടേക്കർ പോലും കൂടുതൽ അറിയുന്നതായി അവൾക്ക് മനസ്സിലായി. പക്ഷേ ഒന്നും പറയാൻ അയാൾ തയ്യാറായില്ല. അവൾ കൂടുതൽ പഠിച്ചപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമായി. അടയാളമില്ലാത്ത കല്ലറകളുടെ കഥകൾ, ക്ഷേത്രചടങ്ങുകളിൽ പെടാത്ത രാത്രിയിലെ പ്രദക്ഷിണങ്ങൾ, അനുഗ്രഹം തേടി വന്നിട്ട് മടങ്ങാത്ത കുടുംബങ്ങൾ. യാത്രയുടെ അവസാന രാത്രിയിൽ അവൾ നേത്രാവതി നദിയുടെ തീരത്ത് നിന്നു. വെള്ളത്തിൽ ചന്ദ്രന്റെ വെള്ളിത്തിളക്കം. വയോധികൻ വീണ്ടും വന്നു. "നിനക്ക് സത്യം പുറത്തുകൊണ്ടുവരാം," അയാൾ പറഞ്ഞു. "പക്ഷേ ഇവിടെ സത്യം ഈ നദിയെപ്പോലെയാണ്. അതിന്റെ ആഴം കൂടുതലാണ്. നീ അതിനെ കലക്കിയാൽ നിന്നെ തന്നെ അത് വലിച്ചിരയ്ക്കും." അനന്യ തന്റെ കുറിപ്പു പുസ്തകം നോക്കി. പേരുകൾ, തീയതികൾ, ഒളിഞ്ഞ കഥകളുടെ ഭാഗങ്ങൾ. അവൾക്ക് മുന്നിൽ 2 വഴികളാണ് ഉണ്ടായിരുന്നത്: സത്യം വെളിപ്പെടുത്തി എല്ലാം നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ രഹസ്യം സൂക്ഷിച്ച് വിശ്വാസത്തെ സംരക്ഷിക്കുക, എന്നാൽ നഷ്ടപ്പെട്ടവരുടെ വേദന അടച്ചുമൂടുക. അവൾ ഒന്നും പറഞ്ഞില്ല. കുറിപ്പു പുസ്തകം അടച്ച് ക്ഷേത്രത്തിലേക്ക് നടന്നു. മണികളുടെ ശബ്ദം ശക്തമായി മുഴങ്ങി. ഭക്തിയും ഒരു നിശബ്ദ മുന്നറിയിപ്പും ഒരുമിച്ച് ഒഴുകിയെത്തി. ചില സ്ഥലങ്ങൾ, അവൾ ചിന്തിച്ചു, പറയപ്പെടുന്ന കഥകളിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു ചിലത് ഒരിക്കലും പറയാത്ത കഥകളിലും. ധർമ്മസ്ഥലം അതിന്റെ പ്രകാശത്തിനൊപ്പം സ്വന്തം നിഴലുകളും സൂക്ഷിച്ചു.